ഇന്ന് എനിക്ക് പറയാനുള്ളത് റിഫയുടെ ഫാദർ പാരൻസിന്റെ അടുത്താണ്. വെരി റെസ്പെക്ട്ഫുള്ളി ആം ടോക്കിംഗ് ടു ദം. എനിക്ക് അവരുടെ ഇമോഷൻസും എനിക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിഫയുടെ പാരൻസ് ശരിക്കും ഫാദർ റിഫ്താസിനെയും ട്രാപ്പിൽ പെട്ടെടുക്കുകയാണ്. അതിൽ നിന്ന് ഊരാൻ അവർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള റീസൺ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, റൂഹി പറഞ്ഞതിന്റെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്കളുടെ അടുത്ത്, ആ ലെവലിലോട്ട് മാത്രമേ കാര്യങ്ങൾ പോകുള്ളൂ. ഞാൻ അങ്കളിനോട് പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് കേരളത്തിലല്ല, ദുബായ്, അവിടെ വെച്ച് പറഞ്ഞിരിക്കും പലതും അങ്കൾ തുറന്നു. എല്ലാ സഹോദരങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്റെ കുറച്ച് സംശയങ്ങളും ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് റൂഹി ജാൻ. അപ്പോൾ ആരാണ് റൂഹി ജാൻ എന്ന് ചിലർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടാവാം. അപ്പൊ റൂഹി ജാൻ ആരാണെന്നും റൂഹി ജാന്റെ അസ്തിത്വം എന്താണെന്നും ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. ഷംന കാസിമിന്റെ സിസ്റ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതേക്കുറിച്ചിട്ടും എനിക്ക് വിശദമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഇവർ ഖത്തറിലോ മറ്റോ ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആത്മാക്കളെ കുറിച്ചിട്ടാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആത്മാക്കളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും ആത്മാക്കൾ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആത്മാക്കളെ? അപ്പോൾ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദേഹത്തിൽ നിന്നും ദേഹി വേർപെട്ട് കഴിയുമ്പോൾ, ഇപ്പോൾ ആത്മഹത്യ, കൊലപാതകം ഇങ്ങനെ വേർപെട്ട് കഴിയുന്ന ആത്മാക്കള് ഭൂമി വിട്ട് മറ്റൊരു അവർക്കൊരു ലോകമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നില്ല. തിരിച്ച് അവർ അവിടെ തന്നെ കറങ്ങി കറങ്ങി നടക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത ആ ഒരു ആയുസിന്റെ ടൈം ഉണ്ടല്ലോ, അത് തീരുന്നത് വരെ അവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. ആ ഒരു ഭൂമി വിട്ട് പോവില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. ആധികാരികമായിട്ട് പറയാനും കഴിയത്തില്ല. അപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവമുണ്ടോ പിശാചുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രയേ ഉള്ളൂ. പിശാചിനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, നമ്മുടെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായ പ്രവൃത്തി എന്താണോ അതാണ് പൈശാചികത എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു മനുഷ്യന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാവം എന്താണോ അതാണ് ദൈവികത എന്ന് പറയും. നമ്മളെ ഒരു ആപത്തിൽ ഒരാൾ സഹായിക്കാൻ വരുന്നെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ ദൈവത്തോട് തന്നെ കാണും. ദൈവം പറഞ്ഞയച്ചതാണെന്ന് നമ്മൾ വിശ്വസിക്കും. അങ്ങനെയല്ലേ? ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിനുള്ളിൽ നിന്ന് തന്നെ ദൈവമുണ്ട് എങ്കിൽ തീർച്ചയായും ആത്മാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഹി ജാൻ വന്നിട്ട് കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആത്മാവുണ്ടെന്ന് പുള്ളിക്കാരത്തി പറയുന്നു. പുള്ളിക്കാരത്തിയുടെ ഒപ്പം കുറേ അധികം, ഒന്നോ രണ്ടോ ഒന്നും അല്ല, കുറച്ച് ആത്മാക്കൾ പുള്ളിക്കാരത്തിക്കൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. അവര് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരോ കാര്യങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റൂഹി ജാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റിഫ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു റൂഹി ജാൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് റിഫയെ കുറിച്ചിട്ട് ഈ പറയുന്ന റൂഹി ജാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിഫയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുകാർക്കൊക്കെ എന്തൊക്കെയോ സ്വർണം വഴിയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നോ അത്തരത്തിലാണ് പറയുന്നത്. പക്ഷെ അതേക്കുറിച്ചിട്ടൊന്നും എനിക്ക് അത്ര വിശദമായിട്ട് അറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല. അറിയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കുറേയൊക്കെ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ നോക്കി കണ്ടു. പക്ഷെ എങ്കിലും എനിക്ക് ഈ റിഫയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത്രയ്ക്കങ്ങ് അറിയില്ല കേട്ടോ. സത്യം പറയാമല്ലോ, അത്രയ്ക്കങ്ങ് ഒരുപാടൊന്നും അറിയില്ല. പക്ഷേ അവിടെ വെച്ചിട്ട്, പുറത്ത് വെച്ചിട്ട്, അയൽ രാജ്യത്ത് വെച്ചിട്ട് റിഫ മരണപ്പെടുന്നു. അതിൽ അവരുടെ ഹസ്ബൻഡിന് പങ്കുണ്ട്, അതിൽ ആ ഒരു ഹസ്ബൻഡിന്റെ സുഹൃത്തിന് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി മരിച്ച സമയത്ത് നമ്മൾ ന്യൂസിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി നാട്ടിൽ കൊണ്ടുവന്നതിനെ കുറിച്ചിട്ടുള്ള ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ന്യൂസ് വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു വാർത്ത കേൾക്കുന്നു, നമ്മൾ സാധാരണ ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് കേട്ടു കുറച്ച് ദിവസം വരെ ആ ഒരു ചർച്ച ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചർച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതങ്ങ് വിടും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. അതുപോലെ മാത്രമേ ഞാൻ ഈ ഒരു വാർത്തയും കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു റൂഹി ജാൻ എന്ന് പറയുന്നത്, അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആത്മാക്കളൊക്കെ അവരുടെ കൂടെയുണ്ട്. ഈ പറയുന്ന റിഫയുടെ ആത്മാവ് അവർക്കൊപ്പം വന്നിട്ട് എന്താണ് അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തെളിവുകൾ കൊടുക്കുന്നെന്നോ കുറച്ചധികം കാര്യങ്ങൾ വന്ന് പറയുന്നു എന്നോ അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസമില്ല എന്നത്, എന്റെ വിശ്വാസം ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞു, ആ ഒരു ആത്മാവ് മറ്റൊരാളുടെ അടുത്ത് ചെന്നിട്ട് അവരെങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസമില്ല കേട്ടോ. അങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് വാസ്തവമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷെ എന്തോ എനിക്ക് അത് തോന്നുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ശരിക്കും ഇവർക്ക് ഇതൊക്കെ വെറുതെ തോന്നുകയാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും ഇവരെ തെറ്റുകാരിയായിട്ട് പറയുന്നതല്ല. ഇവരെ ഒരു തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതുമല്ല. ഇവർക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ അത് വാസ്തവമാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊല്ലം സുധിയുടെ ആത്മാവിന്റെ കാര്യം ഇവർ പറയുന്നുണ്ട്. അവിടെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, കിച്ചുവിനെ ആരെങ്കിലും
അതുപോലെ രേണുവിന്റെ അടുത്ത് ഇപ്പൊ ആത്മാവില്ലെന്നും കിച്ചുവിനൊപ്പമാണെന്നും കിച്ചു നന്നായിട്ട് വരുമെന്നും അതുപോലെ തന്നെ ബിഷപ്പ് കിച്ചുവിനെ മോശക്കാരനാക്കുകയാണെങ്കിൽ സുധിയുടെ ആത്മാവ് തീർച്ചയായിട്ടും ബിഷപ്പിനെ വെറുതെ വിടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ വന്നിരുന്നിട്ട് പറയുന്നത്. അതുപോലെ പറയുന്നതെന്ന് പറഞ്ഞാല് ബിഷപ്പിന്റെ ആ ഒരു അച്ചമ്പട്ടം വരെ തെറിക്കുന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിട്ടൊക്കെ പറയപ്പെടുന്നു. ശരിക്കും എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മാവ് ഉണ്ട് എന്ന് തന്നെ വെക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ആ ഒരു ആത്മാവ് വന്നിട്ട് ഞാൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവർക്ക് ദർശനം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരോട് പറയുകയോ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊട്ടും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരിക്കലും വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ആ ഒരു റിഫയുടെ ആ ഒരു കേസ് ഉണ്ടല്ലോ, അത് ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് ആ ഒരു ഷെഫീന ബീവി വഴി അത് തെളിയിക്കാനൊക്കെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരാള് എന്താണ് ഒരു ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു വാസ്തവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു സംസാരിക്കുന്ന ആ ഒരു ശൈലിയും ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഇത് ഒരു പക്ഷേ ശരിയായിരിക്കാം എന്നൊക്കെ ആളുകൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ആ ഒരു സംസാര ശൈലിയിലൊക്കെയുള്ള ആ ഒരു പ്രത്യേകതയുണ്ട് ഇവർക്ക്. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കാം ഇവർ പറയുന്നത് വളരെ കറക്റ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കത് എന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആത്മാക്കളെ എല്ലാം കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഇത് റൂഹിജാൻ കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അഥവാ കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു കുട്ടിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നനിയത്തി, എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളെ അപമാനിക്കുന്നതാണെന്ന് കരുതരുത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ആത്മാക്കളെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികൾക്കുള്ള ആത്മാക്കളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സെലിബ്രിറ്റികളുടെ ആത്മാവ് മാത്രമേ നിങ്ങളടുത്ത് വന്നിട്ട് അവരുടെ കാര്യങ്ങളും ഒക്കെ പറയുകയുള്ളൂ. ബാക്കിയുള്ള ആത്മാക്കളൊക്കെ അവരാരും നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ലേ? അവരാരും നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യക്ക് അകത്തായാലും പുറത്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദുർമരണങ്ങൾ നടക്കാറുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ ഇന്ത്യക്ക് അകത്ത് നടന്നിട്ടുണ്ട്. ഇന്നും തെളിയിക്കപ്പെടാതെ നിഗൂഢതകളിൽ മൂടിക്കിടക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ എന്തോരം ഉണ്ട്. അപ്പൊ അവരുടെ ഒന്നും ആത്മാക്കളൊന്നും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നില്ലേ? ഒരു കാര്യവും പറയുന്നില്ലേ? ആ ആത്മാക്കൾക്കൊന്നും ഒന്നും അറിയണ്ടേ? അവരുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്നും ആ കേസ് നിലവിൽ കൊണ്ടുവരണമെന്നും അവർക്കാർക്കും ഒരു ആഗ്രഹവുമില്ലേ? കേരളക്കാർക്ക് ഒന്നടങ്കം അറിയാവുന്ന ഒരു കാര്യമാണ് ജിഷ വധക്കേസ്. ശരിക്കും ആ ഒരു ജിഷയുടെ മരണത്തില് ഇന്നും ജയിലിൽ കിടക്കുന്ന ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അമീറുൽ ഇസ്ലാം എന്നോ മറ്റോ ആണ് ആ ഒരു പുള്ളിക്കാരന്റെ പേരെന്ന് പറഞ്ഞാല്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനല്ല ആ ഒരു ജിഷയെ കൊന്നത് എന്നുള്ള കാര്യം പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ കുറിച്ചിട്ട് നമ്മുടെ അമ്പിളി ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ആ ഒരു ആന്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയിലിലൊക്കെ പോവുകയും അവർ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ചാനലുകൾ വഴിയിട്ടൊക്കെ പുറത്തോട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ജിഷയുടെ മരണവുമായിട്ട് ഈ പറയുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഒരു ജിഷയുടെ ആത്മാവ് ഈ പറയുന്ന റൂഹിജാന്റെ അടുത്ത് ചെന്നിട്ട് എന്തുകൊണ്ട് സത്യം പറയുന്നില്ല? ജിഷയുടെ ആത്മാവ് മാത്രമല്ലല്ലോ, എത്രയോ ആത്മാക്കളുണ്ട്. അവരാരും വരുന്നില്ലേ? ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ ആത്മാവ് മാത്രമേ ഈ റൂഹിജാന്റെ അടുത്തേക്ക് വരാറുള്ളൂ? എനിക്കറിയില്ല കേട്ടോ. എൻ്റെ തെറ്റാണ് പറയുന്നെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ഈ ഒരു റൂഹിജാന്റെ ചാനലിലേക്ക് കയറി നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റൂഹിജാന്റെ ഒരു ഷോർട്സ് വീഡിയോ എടുത്തു കഴിഞ്ഞാലും നമ്മളങ്ങ് ഏറ്റവും പഴയ വീഡിയോ തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 1 വർഷം കഴിയുന്നു. ഈ 1 വർഷത്തിനിടയ്ക്ക് ഇവർ സാധാരണയായിട്ട് ഇട്ട് വരുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ സിനിമാ പാട്ടുകൾ, പഴയകാല പാട്ടുകൾ, പണ്ടത്തെ മമ്മൂക്ക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു പഴയ ടീംസ് ഉണ്ടല്ലോ നമ്മുടെ നൊസ്റ്റു ആയിട്ടുള്ള. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇട്ട് വരുന്നത്, പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നിട്ട് കുറച്ച് മേലോട്ട് വരുമ്പോൾ, അതായത് 4 മാസത്തിനകത്ത് മാത്രമേ ആവുന്നുള്ളൂ ഇവർ ഈ ഒരു റിഫയുടെ കേസിനെ കുറിച്ചിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവര് മറ്റ് ലെന്ത് വീഡിയോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ആദ്യമൊക്കെ ചെയ്യുന്ന വീഡിയോ ഇതൊന്നും അല്ല, ഈ 4 മാസം തൊട്ടേ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. അതിലൊരു രീതി എന്ന് പറയുന്നത്, ഇവര് ഇതുപോലെയുള്ള, അതായത് മറ്റ് എന്താ പറയുന്നത്, സിനിമാ പാട്ടുകളായാലും അതുപോലെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും രാഷ്ട്രീയമായാലും, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകളൊക്കെ ഇട്ടിട്ട് യാതൊരു തരത്തിലുള്ള റീച്ചോ സംഭവങ്ങളോ ഒട്ടും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ഇവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവര് അതുവരെ, അതായത് ഈ 1 വർഷത്തിനകം വെച്ചിട്ട് ഇപ്പൊ 4 മാസത്തിനകത്ത് മാത്രമേ ആവുന്നുള്ളൂ ഇവർ ആ ഒരു റിഫയുടെ കേസ് സംഭവങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് അവരുടെ ചാനലിൽ അത്തരത്തിലുള്ള യാതൊന്നും ഇവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം, ഇവർക്ക് വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ടും
ഇവരിങ്ങനെ ചെയ്തതാവാം എന്ന് ചിന്തിക്കാം. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഇവരുടെ നേർക്ക് തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇവരെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് റൂഹി ജാൻ എന്താണ് പറയുന്നത്, ഇന്ന് റൂഹി ജാൻ എന്താണ് എന്ത് സത്യമാണ് പുറത്തേക്ക് വിടുന്നത് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ത്വര ഇന്ന് ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ വ്യൂസിന് വേണ്ടിയിട്ടാണോ റൂഹി ജാൻ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ കാലത്ത്, ഈ ഒരു വന്ന കാലത്ത് ആത്മാവ് വന്നിട്ട് ആത്മാവിന്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ശരീരത്തിന്റെ, അതായത് ആ ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് എന്താണ് മരിക്കാനിടയായ സാഹചര്യം എന്ന് തെളിയിക്കാനായിട്ട് പറയുന്നു. ആ ഒരു ആത്മാവ് തന്നെ ആളുകളെ ഓരോരുത്തരെയായിട്ട് വിളിച്ചത് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സന്ദീപ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ആ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറ്റം പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്തതൊക്കെ ആയിട്ട് കണ്ടത്, ഈ ഒരു റൂഹി ജാനെ പറ്റിയിട്ട്. പിന്നീട് തന്നെ പൊടുന്നനെ ഈ ഒരു സന്ദീപ് അതൊക്കെ അങ്ങ് മാറ്റി പിടിച്ചു. പിന്നീട് ഈ ഒരു പുള്ളിക്കാരത്തിയെ പറ്റിയിട്ട് എന്താണ്, ഇന്നും ഈ ഒരു പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് സന്ദീപ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ സന്ദീപ് ഇത്തരത്തില് ഇവർക്കെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ റൂഹി എന്ത് ചെയ്തു, അതിന് ബദലായിട്ട് മറ്റൊരു വീഡിയോ അങ്ങോട്ട് ഇറക്കി കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പുള്ളിക്കാരത്തി പറയുന്നതാണ് കറക്റ്റ് എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇവരുടെ ഇതിൽ കിടക്കുന്നുണ്ട്. ഖൈസ് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഖൈസ എല്ലാവരുടെയും പിന്നാലെ പോകുന്നത് പോലെ എന്റെ പിന്നാലെ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. ശരിക്കും ആ ഒരു ഖൈസ് നമ്മുടെ ഇറ്റ്സ് മീ ഖൈസ് ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഖൈസിന്റെ ചാനലിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പുറ കഥകളെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും സോളുകൾ ഇറങ്ങി ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കേരള പോലീസിന് എളുപ്പമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും നാളും ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ഒരു വ്യക്തി പിന്നീട് എന്ത് പറ്റിയ ഈ ഒരു വ്യക്തിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മാവിനെ കുറിച്ചിട്ട് പറയുന്നു, ആത്മാവ് വന്നിട്ട് റിഫയുടെ ആത്മാവ് വന്നിട്ട് കേസ് അന്വേഷിക്കാനായിട്ട് എന്താണ് നടന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും ഇതില് എനിക്കിതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ എന്റെ തോന്നലുകളാണ്, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതെല്ലാം സത്യമാവണമെന്നില്ല. പക്ഷെ എന്തോ എനിക്കിതിൽ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. ഒരു ആത്മാവിന്റെ ശക്തി എന്റെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ ആ ഒരു ആത്മാവ് മരണപ്പെട്ടതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് ആത്മാവ് തന്നെ വന്നെല്ലാം പറയുന്നു. ആത്മാവിന്റെ ആ ഒരു എന്താ പറയുന്നത്, താൻ പെട്ടതിന്റെ കുറ്റം തെളിയിക്കാനായിട്ട് ആത്മാവ് മുന്നിട്ടിറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല, ഒരിക്കലും വിശ്വസിക്കത്തില്ല. അതായത് ഞാനും ഒരു ഹിന്ദുവാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ നിന്നും ദേഹി വേർപെട്ട് കഴിയുമ്പോൾ ആ ദേഹിക്ക് പിന്നെ ആ ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ഒരു ബന്ധുക്കൾ പോലും അവർക്ക് അന്യരായി തീരുകയാണ്. ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യർ തമ്മിലാണ്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ പിന്നെ അത് മനുഷ്യനല്ല. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ദേഹത്തിനെ നമ്മൾ ചിതയിൽ വെച്ച് എരിച്ചു കളയുകയാണ്. പിന്നീടുള്ളത് ദേഹി മാത്രമാണ്. ആ ഒരു ദേഹിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സിനിമയിലൊക്കെ കാണുന്നത് പോലെ വെളുത്ത വസ്ത്രം കൊടുത്ത് വരാനോ, പാദ നിലത്ത് തൊടാതെ നിൽക്കാനോ, അതുപോലെ തന്നെ എന്താണ് നഖം കുത്തി താഴ്ത്താനോ ഒന്നും ഈ ഒരു ആത്മാവിന് സാധിക്കത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാക്കാരും മന്ത്രവാദികളും മാത്രമാണ് ഈ ഒരു ആത്മാവിനെ ഭയങ്കര സംഭവമാക്കി മാറ്റിയിട്ടുള്ളത്. നമ്മൾ ഈശ്വര വിശ്വാസികളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സോളിനെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈശ്വരനേക്കാളും വലുതല്ലല്ലോ സോള്. അപ്പൊ അത്രയേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും ഈ ഒരു റൂഹി ജാന്റെ ചാനൽ വളരെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് റീച്ചിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പലതരത്തിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതുപോലെ ഒന്നാണ് ഇത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ, അഥവാ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ കരുതി കഴിഞ്ഞാൽ അതിൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അപ്പൊ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടേക്കുക. ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഈ ഒരു വീഡിയോ റൂഹി ജാന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് എന്താണ് ഇതേക്കുറിച്ചിട്ട്, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. റൂഹി ജാൻ ഫ്രോഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. റൂഹി ജാൻ തട്ടിപ്പുകാരിയെന്നോ കൊള്ളക്കാരിയെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവര് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരിയാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.